കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ കര നെൽകൃഷി വിളവെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടപ്പിലാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായാണ് ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ ജൈവ കര നെൽകൃഷി നടത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ നെൽക്കതിർ കൊയ്തെടുത്ത് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചുണ്ടലാത്ത്, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, സംസ്ഥാന അഗ്രികൾച്ചർ റിസോഴ്സ് പേഴ്സൺ MK ഉണ്ണി, ദേവസ്വം മാനേജർ K വിനോദ്, ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി A വിജയൻ, കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ എന്നിവർ പങ്കെടുത്തു. സർക്കാരിൻ്റെ ദേവാങ്കണം ചാരു ഹരിതം പദ്ധതി, അതിനാണ് നമ്മളിവിടെ നെൽകൃഷി ആരംഭിച്ചത്. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ാം തീയതിയാണ് ഇവിടെ ഞാറ് നടുന്നത്. ഇപ്പോൾ ഏകദേശം 3 മാസം കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ കൊയ്ത്തുത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ജൈവപരമായിട്ടാണ് ഈ കൃഷി ഇവിടെ നടത്തിയിട്ടുള്ളത്. അത് ഏറ്റവും പ്രകൃതിദത്തമായിട്ടുള്ള വളങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആട്ടുംകാട്ടവും ചാണകവും, അങ്ങനെ ജൈവ രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് കുറച്ച് നമ്മളിതിന് ഇല്ലെന്നിറക്കി എടുത്തിട്ടുണ്ട്. ഈ വരുന്ന 14-ാം തീയതി, സെപ്റ്റംബർ 14-ാം തീയതി പുത്തരി പായസം ഇന്നിവിടെ പുത്തരി പായസം വെക്കുന്നതിന് വേണ്ടി അരി ഉപയോഗിക്കുന്നതാണ്. ഉത്രാടം നാളിൽ അത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. അപ്പോൾ ഇതൊരു സന്ദേശമാണ്, പൊതുസമൂഹത്തിനുള്ളൊരു സന്ദേശമായിട്ടാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ കാർഷിക സംസ്കാരത്തെ ഏറ്റെടുക്കുന്നതിന്, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ടുള്ള ഭൂമി ഏറ്റവും ഉപയോഗപ്രദമായിട്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു സംരംഭമാണ് ദേവാങ്കണം ചാരുഹരിതം എന്ന പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്.